സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. കരിപ്പൂർ വിമാനത്താവള വികസന പ്രവൃത്തികൾക്ക് ഭൂമി പൂജയുടെ തുടക്കമായി. 35 ലക്ഷം ക്യൂബിക് ടൺ മണ്ണാണ് പ്രവൃത്തിക്കായി എത്തിക്കുക. റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ മണ്ണിട്ട് ഉയർത്തി ദീർഘിപ്പിക്കുന്ന ജോലിയാണ് ആരംഭിച്ചത്. ताम्बूलं श्रीकरं भद्रं ब्रह्मा विष्णुशिवार्पितं तस्मात् सर्वकालेन शान्तिं प्रयश्चमे हिरण्यगर्भगर्भस्थं हेमबीजं विभावसु अनन्तपुण्यफलदं अतः शान्तिं प्रयश्चमे अनेन भगवान् सर्वात्मकब्रह्मः लक्ष्मीनारायणः प्रेरणाय भूदेवी सहिता पूजाख्यां सम्पूर्णसाङ्गता फलसिद्धिरस्तु. കോളനിയിലേക്കുള്ള വഴി, അവിടെ അംഗനവാടിയുണ്ട്, ഇതിപ്പുറത്തൊരു 10-14 വീടുകളുണ്ട്. അവർക്ക് ഇത് വരുന്നതിൻ്റെ ഫലമായിട്ട് വരാൻ വേണ്ടി പോകുന്ന പ്രയാസമുണ്ട്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മറ്റൊരു സമാന്തരമായിട്ട് വഴി വരണം. അത് വരുന്നതിന് മുമ്പ് അവരെ ഉപദ്രവിക്കുന്നു. ആ നിലയിലും അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തുള്ള സൈഡിലുള്ള റോഡിൻ്റെ ഒരു ബെൻഡ് നിൽക്കുന്ന സംഗതിയുണ്ട്. അതുപോലെ എല്ലാ സംഗതികളിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സഹായം തന്നെയാണ്. PWD വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ലോക്കൽ ചുമതലയുള്ള മന്ത്രി 2 അബ്രഹ്മൻ അവരുടെയും അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്റർ തന്നെ അവരും ഇതിൽ വളരെ എനിക്ക് തോന്നുന്നത് ഔദ്യോഗിക തലത്തിൽ അവർ മീറ്റിംഗ് വിളിക്കാൻ പോകുന്നതാണ്. 31 അബ്രഹ്മൻ മിനിസ്റ്റർ ഏതായാലും എല്ലാ പ്രശ്നങ്ങളും, അതായത് ആൾക്കാർക്ക് ഉള്ള ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നങ്ങൾ, വർക്ക് വേഗത്തിൽ പോകുന്നതിന് എന്ത് തടസ്സം വന്നാലും നമ്മൾ വേഗത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്ത് നിലയിലും നാട്ടുകാരുടെ ഭാഗത്ത് ഇതുവരെ വളരെ നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പണി ഒരു നിലയിൽ ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് മുന്നോട്ട് പോകും. അതിന് പറ്റിയൊരു അന്തരീക്ഷം വന്നിട്ടുണ്ട്. ഏതായാലും വളരെ ശുഭകരമായ ഈ മുഹൂർത്തത്തിൽ ഈ വർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഭംഗിയായി വൃത്തിയായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാർത്ത. റൺവേയുടെ 2 അറ്റങ്ങളിലും നിലവിൽ 90 മീറ്റർ വീതമാണ് റെസ. അത് 240 മീറ്റർ വീതമാക്കാൻ ഓരോ ഭാഗത്തും 150 മീറ്റർ വീതം നീളം കൂട്ടണം. വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ റെസ ദീർഘിപ്പിക്കണമെന്ന DGCA നിർദ്ദേശത്തെ തുടർന്നാണ് വികസന പ്രവൃത്തി. അതിനായി സംസ്ഥാന സർക്കാർ 12.5 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് 2023 ഒക്ടോബറിൽ അതോറിറ്റിക്ക് കൈമാറിയിരുന്നു. തുടർന്ന് മരങ്ങൾ വെട്ടിനീക്കിയും വീടുകൾ പൊളിച്ചു നീക്കിയും സ്ഥലം നിരപ്പാക്കി. എന്നാൽ മണ്ണെടുക്കുന്നതിനുള്ള അനുമതിക്കുള്ള നടപടികൾ നീണ്ടു. സാങ്കേതിക കുരുക്കുകൾ നീങ്ങിയ സാഹചര്യത്തിലാണ് നിർമ്മാണം ആരംഭിച്ചത്. പ്രവൃത്തി ഉദ്ഘാടനം AT മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് കബീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP മുജീബ് റഹ്മാൻ, നഗരസഭ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, എയർപോർട്ട് ഡയറക്ടർ CV രവീന്ദ്രൻ, കരാർ ഏറ്റെടുത്ത ഗവാർ കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.